രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം ദൈവപുത്രന്റെ അമ്മ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയം വിശ്വാസ സ്ഥിരതയോടെയും പരാതികളില്ലാതെയും നേരിട്ട സഹനങ്ങളാണ് പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ആഗോള സഭ ധ്യാനിക്കുന്നത്. 13-ാം നൂറ്റാണ്ടു മുതൽക്കേ പരിശുദ്ധ മറിയത്തിന്റെ വ്യാകുലങ്ങളോടുള്ള പ്രത്യേക ഭക്തി സഭയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും 1814 വിപ്രവാസത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടതിന്റെ നന്ദി സൂചകമായി 7-ാം പിയൂസ് പാപ്പയായിരുന്നു സഭയിൽ ഔദ്യോഗികമായി പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ദിനം പ്രഖ്യാപിച്ചത്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് യേശുവിന്റെ പരിച്ഛേദന വേളയിൽ മറിയത്തിന് നൽകപ്പെട്ട ശിമയോന്റെ പ്രവചനം, ഈജിപ്തിലേക്കുള്ള പലായനം, 12-ാം വയസ്സിൽ ബാലനായ യേശുവിനെ കാണാതാകുന്നത്, കുരിശും വഹിച്ചുള്ള കാൽവരി യാത്രയിൽ അമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച, യേശുവിന്റെ ക്രൂശീകരണം, യേശുവിന്റെ മൃതശരീരം അമ്മയുടെ മടിയിൽ കിടത്തുന്നത്, യേശുവിന്റെ മൃതശരീരം അടക്കം ചെയ്യുന്നത് എന്നിങ്ങനെയാണ് യഥാക്രമം പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയം ഭേദിച്ച 7 പ്രധാന വ്യാകുലങ്ങളായി സഭ ധ്യാനിക്കുന്നത്. മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കായി സഹനങ്ങൾ എത്രയും പരിശുദ്ധിയോടെ അതിജീവിച്ച പരിശുദ്ധ അമ്മ സ്വർഗോന്മുഖമായ യാത്രയിൽ നേരിടേണ്ടി വരുന്ന സഹനങ്ങളിലും പീഡനങ്ങളിലും തുണയും മധ്യസ്ഥയും ആയതിനാൽ രക്തസാക്ഷികളുടെ രാജ്ഞി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്.